കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 161 സെഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 160 ബൈബിൾ ക്ലാസ്സുകൾ കഴിഞ്ഞ നാളുകളിൽ പഠിക്കുവാനായി, ബൈബിൾ ക്ലാസ്സുകളായി കർത്താവിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അനേക പുസ്തകങ്ങൾ, അനേക വിഷയങ്ങൾ ചിന്തിക്കുവാൻ, ചേർന്ന് പഠിക്കുവാൻ കർത്താവ് കൃപ തന്നു. റോമാലേഖനം നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായി. അപ്പസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് സഹായിച്ചു. ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗോഡ്, ദ ബിഗ് പിക്ചർ ഓഫ് ദ ബൈബിൾ, ഈ വിഷയങ്ങളൊക്കെ ചിന്തിക്കുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മളെ ഇടയാക്കി. 161 ക്ലാസ്സിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പുതിയ വിഷയം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനമാണ്. പോൾസ് ഫസ്റ്റ് ലെറ്റർ ടു കൊരിന്ത്യൻസ്. ഈ വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നു മുതൽ എല്ലാവരും ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ ഇത് പഠിച്ച് തീരുന്നത് വരെ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ, ഈ പഠന പരമ്പരയിൽ ചേരുവാൻ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒന്നിച്ചായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തോത്രം കരയറ്റുകയാണ്. ഇന്ന് ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ റോമാലേഖന പഠനത്തിലായിരുന്നപ്പോൾ ഞാൻ ഓർപ്പിച്ചു, അതിൽ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അതിൽ പാസ്സാകുന്ന ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്ന ആൾക്ക് സമ്മാനമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ അനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ഇട്ടിരുന്നു. ആ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ, എങ്ങനെ പാപികളായ മനുഷ്യർക്ക് നീതിമാനായ ദൈവത്തിന്റെ മുൻപാകെ നീതീകരിക്കപ്പെട്ടവരായി മാറുവാൻ കഴിയും എന്നുള്ളതായിരുന്നു ചോദ്യം. റോമാലേഖന അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിവരിക്കുവാനായിട്ട് ആയിരുന്നു ചോദ്യം കൊടുത്തിരുന്നത്. അതിനെ വളരെ ഭംഗിയായിട്ട് നിങ്ങളിൽ അനേകര് വിവരിക്കുവാനും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണുവാനും ഇടയായി. അനേകര് അതിൽ പങ്കെടുത്തു. അനേക ആൻസറുകൾ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. ആൻസറുകളൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 41 ക്ലാസ്സുകളിലായി ഞാൻ റോമാലേഖനം നിങ്ങളിലേക്ക് പകർന്നു തരുവാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് അതിന്റെ ആ ഒരു ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഫീഡ്ബാക്കുകൾ എല്ലാ ആസ്പെക്ട്സുകളും കവർ ചെയ്ത് എഴുതിയിരിക്കുന്ന കാണുമ്പോൾ എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയുകയും ദൈവത്തെ നന്ദിയോട് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രമാത്രം ആ റോമാലേഖനത്തിന്റെ പഠനം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവമിടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ലഭിച്ച ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വളരെ പ്രയാസത്തോടും വളരെ സ്ട്രഗിൾ ചെയ്താണ് അതിൽ നിന്ന് ഫസ്റ്റ് ആർക്ക് കൊടുക്കും, സെക്കൻഡ് ആർക്ക് കൊടുക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞത്. എന്നിരുന്നാലും നമുക്ക് ആ ഫസ്റ്റും സെക്കൻഡും പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സിസ്റ്റർ മഞ്ജു ജേക്കബ് ആണ്. സിസ്റ്റർ മഞ്ജു ജേക്കബ്, ആ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ദ ബുക്ക് ഓഫ് റോമൻസ് അത് പഠിച്ച് അതിലെ ഏറ്റവും ഭംഗിയായിട്ട് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സുകളും കവർ ചെയ്ത് ആ പുസ്തകത്തെ കുറിച്ച് എഴുതുവാൻ, ആ ചോദ്യം കവർ ചെയ്ത് എഴുതുവാനായിട്ട് സിസ്റ്റർ മഞ്ജു ജേക്കബിനെ ദൈവം സഹായിച്ചു. പ്രിയ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ ഈ കോളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർ മഞ്ജു ജേക്കബ്, യെസ്, ഷീ ഈസ് ദേർ. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്യാമറ ഒന്ന് ഓണാക്കി, ക്യാമറ ഒന്ന് ഓണാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണുവാനും എല്ലാവർക്കും ഒരു പ്രചോദനമാകുവാനും ദൈവം സഹായിക്കട്ടെ. സിസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു വാക്കില് ജനത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ഒരു മിനിറ്റ് അതിനായിട്ട് ഉപയോഗിക്കാം. സിസ്റ്റർ മഞ്ജു ജേക്കബ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രദറിന്റെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാനും ഈ ഒരു സന്തോഷം പങ്കിടുവാനും ഇടയായതിന് ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത പോലെ സ്വർഗീയ പൗരത്വമായ പദ്ധതിയിലേക്ക് നമുക്ക് പ്രത്യാശയോടെ നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. ഒത്തിരി സന്തോഷം. ദൈവനാമം മഹത്വപ്പെടട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സിസ്റ്റർ പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ അനേകരിൽ എത്തിച്ചേരുവാൻ, കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായി അനേകരോട് ഈ സുവിശേഷത്തെ അറിയിക്കുവാൻ ദൈവം സിസ്റ്ററിനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനായിട്ട് ഇടയാക്കട്ടെ. രണ്ടാമതായിട്ട് 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 2 പേരുണ്ട്. നമുക്ക് 2-ാം സ്ഥാനത്തിന് പ്രൈസ് ഇല്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ എഫേർട്ടും ആ എഴുത്ത്, ആ വന്നിരിക്കുന്ന ആൻസറുകൾ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ പേരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. 2-ാം സ്ഥാനത്ത് 2 പേർ അർഹരാണ്. ആ 2 പേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും വളരെ സ്വർഗീയ മർമ്മങ്ങൾ, റോമാലേഖനത്തിന്റെ ആഴമായ സത്യങ്ങളാണ് അവരും എഴുതിയിരിക്കുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ധാരാളമായിട്ട് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് പാസ്റ്റർ ജോർജ് കുട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രദർ
ജോർജ് ജോസഫ്, ബ്രദർ ജോർജ് ജോസഫ്, അതായത് കണ്ണൂരിലുള്ള ബ്രദർ ജോർജ് ജോസഫും ചങ്ങനാശ്ശേരിയിൽ നിന്നും സിസ്റ്റർ സെലിൻ തോംസൺ, ഇവർ രണ്ടുപേരാണ് സെക്കൻഡ് പ്രൈസിന് അർഹരായിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. ബ്രദർ ജോർജ് ജോസഫ് നമ്മുടെ പുൽപ്പള്ളിയിലെ ചർച്ച് സഭ ശുശ്രൂഷകനായിരിക്കുന്ന ജോർജ് കുട്ടി പാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ബേബിച്ചായന്റെ മാമയായിരിക്കുന്ന സിസ്റ്റർ സെലിൻ തോംസൺ ചങ്ങനാശ്ശേരിയിൽ നിന്നും, രണ്ടുപേരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമമഹത്വത്തിനായി നിങ്ങൾക്ക് ലഭിച്ച ഈ അറിവുകൾ ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ബോത്ത്, ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു. റോമാലേഖന പഠനവും അതിൻ്റെ എക്സാമും അതിൻ്റെ ടെസ്റ്റ് പേപ്പറുകളും അതിൻ്റെ സമ്മാനാർഹരെയുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. കർത്താവ് അവരെ ധാരാളമായിട്ട് സഹായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ വിഷയം അതായിരുന്നു. രണ്ടാമത്തെ വിഷയം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത്, അതായത് കൊരിന്ത്യ ലേഖന പഠനത്തിന് മുൻപായിട്ട് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച വിഷയത്തിൽ നിന്ന് ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അതായത് എറ്റേണിറ്റി, നിത്യത എന്നൊരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചത്. അതിൽ ഒരല്പം കൂടി ക്ലാരിറ്റി ആ വിഷയത്തിൽ തരണം എന്ന് പലരും ചോദിക്കുവാനായിട്ട് ഇടയായി. എഫേസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, എഫേസ്യർക്ക് എഴുതിയ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 10-ാമത്തെ വാക്യം: അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. എന്താണെന്ന് അറിയത്തില്ല, പൊതുവെ നമ്മുടെ ജനത്തിന് ഈ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നായി ചേർക്ക എന്നിങ്ങനെ ഒരു വാക്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ആ കൺഫ്യൂഷൻ വരാൻ പ്രധാന കാരണം ഒട്ടുമുക്കാലും പേർക്ക് ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യമില്ല. സ്വർഗമാണെങ്കിലും സ്വർഗത്തിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. കുറെ നാളുകൂടെ ഇവിടെ നിൽക്കാൻ പറ്റിയാൽ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സ്വർഗം ഭൂമിയിലേക്ക് വരുമായിരുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ബെസ്റ്റ്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. കാര്യം സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്നായി ചേർക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ ഒരു സ്കോപ്പ് ഭാവിയിലുണ്ടോ, അപ്പൊ നമ്മൾ ഭൂമിയിൽ വീണ്ടും തുടരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നൊരു ചിന്ത വരുവാനായിട്ടിടയായി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അടുത്തൊരു ക്ലാസ്സിലേക്ക് കയറേണ്ടതിരുന്നതിനാൽ ഒരല്പം ഹറിഫറിയിലാണ് അത് ഫിനിഷ് ആക്കുവാനായിട്ടിടയായത്. അപ്പോൾ ഈ വാക്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറച്ചൊരു തിടുക്കത്തിലായി പോയി. അത് കാരണം പലർക്കും അതിലൊരു ക്ലാരിറ്റി, ഒരല്പം കൂടെ ക്ലാരിറ്റി വേണമായിരുന്നു എന്ന് ചിലർ എന്നോട് അറിയിച്ചു. അതായത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന് പറയുമ്പോൾ നമ്മൾ യഹൂദനും നമ്മളും എല്ലാവരും ഒന്നായി ചേരുന്ന ഒരു കാലം വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാൽ ഞാൻ ഈ ക്ലാസ് ചെയ്തതിന് ശേഷം എൽദോ ബ്രദർ ഈ വിഷയം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ വിഷയം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ ഉടനീളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനും പറയാൻ ആഗ്രഹിച്ചത് എൽദോ ബ്രദർ പറഞ്ഞ അതേ വിഷയം തന്നെ. അതായത് നമ്മൾ സ്വർഗത്തിലായിരിക്കും. യഹൂദൻ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പദ്ധതി സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച സ്വർഗീയ ഭവനം പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവരതിൽ നിത്യം വാഴുകയും ചെയ്യും. നാം സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം നിത്യം വാഴും. ഇത് അനേക വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടി തുടക്കം മുതൽ ഒടുക്കം വരെ അതിൽ ഞാൻ ഈ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ സ്വർഗത്തിലായിരിക്കും, അവർ ഭൂമിയിലായിരിക്കും. അതിപ്പോഴും അങ്ങനെ, അത് ഈ നമ്മൾ റാപ്ചറിൽ ചേർക്കപ്പെടുമ്പോഴും അങ്ങനെ ആയിരിക്കും, നിത്യതയിലും അങ്ങനെ ആയിരിക്കും. അത് നിത്യത മുഴുവനും അങ്ങനെ തന്നെ തുടരും എന്നൊരു കാര്യമാണ് പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്. ഞാൻ എൻ്റെ ബൈബിൾ ക്ലാസ്സിലും എൽദോ ബ്രദർ തൻ്റെ ആ എപ്പിസോഡിലും കൂടെ അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനൊരു വാക്യം വന്നു, അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് പലരും പറയുവാനായിട്ട് ഇടയായി. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം. അപ്പൊ അങ്ങനെ ഒന്നായി ചേരുന്ന ഒരു ടൈം പീരീഡ് എന്തെങ്കിലും ഉണ്ടോ? ഞാനതിനെ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ നിത്യത എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വാക്യം തന്നെ കണ്ടില്ലേ, ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണത. ഇതുണ്ടല്ലേ, ഈ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയാണ്. കാലം സമ്പൂർണമായി കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യമാണ്. എന്താണ് ഈ കാലസമ്പൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാദി നിത്യത മുതൽ ഭാവി നിത്യത വരെ അതിനിടയിലുള്ള ഒരു ടൈം പീരീഡാണ്. ഇതിനെയാണ് നമ്മൾ കാലം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത്. കാലമെല്ലാം കഴിയും,
പിന്നെ കാണുന്നതെല്ലാം അഴിയും. അതായത് ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം അഴിഞ്ഞു പോയിട്ട് നാം നിത്യതയിലേക്ക് മറയുന്ന ഒരു സമയം വരും. ഭാവി നിത്യതയിൽ നിന്നും അനാദി നിത്യതയിൽ നിന്നും ഭാവി നിത്യതയിലേക്ക് ഇതിനിടയിലുള്ള ഒരു ടൈം പീരീഡിനെയാണ് ഒരു ബ്രാക്കറ്റ് പീരീഡ് അല്ലെങ്കിൽ ഒരു പാരന്തസിസ് പീരീഡ് എന്ന് പറയുന്നത്, ഒരു പ്രോജക്റ്റ് പീരീഡ് എന്നൊക്കെ പറയും. ഈ സമയത്ത് പല കാര്യങ്ങളും ചെയ്യണം, നിവൃത്തിയാകണം എന്നുള്ളത് ദൈവിക നിശ്ചയമാണ്. ദൈവം ഈ ടൈം പീരീഡ് ആരംഭിക്കുന്നതിന് മുമ്പേ, ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ദൈവം സ്വർഗത്തിൽ അനാദി നിർണയിക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കണം, ഈ കാലത്തിൽ നടക്കണം. 5 വിഷയങ്ങൾ ഇവിടെ നിറവേറണം. ഒന്ന്, ദൈവം ഇതിനെ ആദ്യം മുതലേ ഉൽപ്പത്തി 1:1 പറയുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അന്ന് മുതലേ ഇത് 2 പദ്ധതിയായിട്ടാണ് നിൽക്കുന്നത്. ഈ 2 തലങ്ങൾ സ്വർഗീയ പദ്ധതിയാണ്. 2-fold പർപ്പസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇവിടെ 5 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നിറവേറണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ 5 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് യഹൂദ പദ്ധതി, കിങ്ഡം ഓഫ് ഹെവൻ എന്ന പദ്ധതി ഭൂമിയിൽ നിറവേറണം. അതിനുശേഷം അവരുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു മില്ലനിയം റെയിൻ അല്ലെന്നുണ്ടെങ്കിൽ 1000 ആണ്ട് വാഴ്ച, അത് നിറവേറണം. കിങ്ഡം ഗോസ്പൽ, ആ ഒരു കിങ്ഡം പ്രോഗ്രാം കംപ്ലീറ്റ് ആവണം. യഹൂദന്റെ ആ ഒരു രാജ്യത്തിന്റെ സുവിശേഷവും ആ സ്വർഗരാജ്യ പ്രവേശനവും 1000 ആണ്ട് വാഴ്ചയും എല്ലാം പൂർണ്ണമാകണം. ഈ കാലം തീരുമ്പോൾ അത് പൂർണ്ണമാകും. യഹൂദന്റെ ആ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന പദ്ധതി പൂർണ്ണമാവുകയും 1000 ആണ്ട് വാഴ്ച പൂർണ്ണമാവുകയും ചെയ്യും. രണ്ടാമതായിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സകല മാനവരാശിയും രക്ഷിക്കുന്ന, ജാതികളെ പോലെയുള്ള നമ്മളെ എല്ലാം രക്ഷിക്കുന്ന ആ സ്വർഗീയ പദ്ധതി നിറവേറുകയും റാപ്ചറിൽ നാം ചേർക്കപ്പെട്ട് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ, അവിടെ നിന്ന് നമ്മുടെ അവകാശങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ സ്വീകരിച്ച് നാം നിത്യതയിൽ എന്നേക്കുമായിരിക്കുക. ഈ കാലം തീരുമ്പോൾ ഈ 2 പദ്ധതികളും പൂർണ്ണമാകും. ഒന്ന്, യഹൂദനെ വിളിച്ച് വേർതിരിച്ച് സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി പൂർണ്ണമാകുകയും അതിന്റെ അവസാന ഭാഗത്തെ 1000 ആണ്ട് വാഴ്ച പൂർണ്ണമാകുകയും ചെയ്യുന്ന ഒരു സമയം. അതിനുശേഷം അതിന് പാരലായിട്ട് തന്നെ നമ്മളെ ദൈവം വിളിച്ച് വേർതിരിക്കുകയും നമ്മളെ റാപ്ചറിൽ ചേർക്കപ്പെടുകയും നാം ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ ചെന്ന് നമ്മുടെ അവകാശങ്ങൾ, നമുക്കുള്ള ദൈവിക കിരീടങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ച് നാം സ്വർഗത്തിൽ എന്നേക്കും വാഴുവാൻ പോവുക. കാര്യം നാം സ്വർഗത്തിലെ പൗരന്മാരാ, നാം സ്വർഗത്തിൽ നിത്യം വാഴുവാനായിട്ടുള്ളവരാ. ഈ 2 പദ്ധതികളും പൂർണ്ണമാകണം. അപ്പോൾ തന്നെ പാരലായിട്ട് ജഡ്ജ്മെന്റ്, അതായത് ഫൈനൽ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി. ഈ ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോയിട്ട് അനന്തതയുടെ വിഹായസിൽ ദൈവം ഒരു വെള്ള സിംഹാസനം വിരിക്കും, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. അത് പൂർണ്ണമാകണം. കാലത്തിന്റെ അവസാനത്തിൽ അത് പൂർണ്ണമാകും. അതും പൂർണ്ണമായിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ പൂർണ്ണമായി. ഇനി 4മതായിട്ട് നടക്കേണ്ടിയ എറ്റേണൽ എന്താ പറയുന്നത്, ഫൈനൽ ഡിഫീറ്റ് ഓഫ് സേറ്റൻ, അതായത് സാത്താന്റെ അന്ത്യപരാജയം അല്ലെങ്കിൽ അന്ത്യമായിട്ട് അവനെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുന്ന ആ ഒരു കാര്യം പൂർണ്ണമാകണം. ഈ സാത്താനെ തുടക്കത്തിൽ തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലെങ്കിൽ സ്വർഗം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ സാത്താനെയും ദൈവദൂതന്മാരെയും എല്ലാവരെയും സൃഷ്ടിച്ചതാണ്. എന്നാൽ അന്നു മുതൽ ദൈവത്തിൽ നിന്ന് അതിനെ ചില നാളുകൾക്ക് ശേഷം ദൈവത്തിനെതിരായിട്ട് റിബല്യനായിട്ട്, ദൈവത്തിനെതിരായിട്ട് പോരാട്ടം ആരംഭിച്ചു. അങ്ങനെ സാത്താന്യ ദൂതന്മാരെ ആയിത്തീർന്ന സാത്താന്യ ദൂതന്മാരെ എന്നേക്കുമായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയണം. അവരെ എന്നേക്കുമായിട്ട് ഡിഫീറ്റ് ചെയ്യണം. തിന്മ എന്ന് പറയുന്ന ഒരു സംഗതി പിന്നെ ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ 4മതായിട്ട് സാത്താനെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തി അവനെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം, 25:41. അവിടെ പറയുന്നത്, മത്തായി 25:41 വാക്യം, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന, ആർക്കൊരുക്കിയിരിക്കുന്ന? പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. ഇത് ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു മനുഷ്യരും ചെന്ന് ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോടിക്കണക്കിന് ജനങ്ങൾ അവനോടൊപ്പം ചെന്ന് അവനോടുകൂടെ ചേരുക. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും
ദൂതന്മാർക്കും. ഇത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും, ലൂസിഫറിനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ആരാധകരായിരുന്ന ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരുന്നതാ. ആ നിത്യ അഗ്നിയിലേക്ക് പോകുവാൻ പറയുക. അങ്ങനെ അവരെ അതിലേക്ക് അയക്കുന്നതിന് ഇടയായി തീരും. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിച്ചാൽ അതൊന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. 20-ാമത്തെ അധ്യായം എൻ്റെ 14-15 വാക്യങ്ങൾ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ മരണത്തെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നമ്മുടെ ഈ മൂക്കിൽ നിന്ന് ശ്വാസം നിന്ന് പോയിട്ട് നമ്മുടെ ബോഡി ഇവിടെ കുഴിച്ചിട്ടു നമ്മുടെ ആത്മാവ് പോകുന്ന മരണം, അതൊരു 1% ആണ് അതിന്റെ വെയിറ്റേജ്. രണ്ടാമത്തെ മരണം, ഇതാണ് ശരിക്കുമുള്ള മരണം എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് യോഗ്യരായിരുന്നു. ആദാം ചെയ്ത പാപം, നമ്മുടെ ആ പാപം കാരണം നമ്മൾ ഇതിനു വേണ്ടി വിധിക്കപ്പെട്ടവരായിരുന്നു. ഇതിൽ നിന്നാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. നമ്മൾ ഇവിടെ ചെന്ന് ചേരേണ്ടിവരായിരുന്നു. എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ. ഇതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുക. എന്നാൽ ഇത് കണ്ടില്ലയോ, അത് മനസ്സിലാകാതെ കിടക്കുന്നവര് ഈ തീപ്പൊയ്കയിൽ, ഈ രണ്ടാമത്തെ മരണത്തിൽ ചെന്ന് ചേരും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, ഇവിടെ യാതൊരു റെക്കമെൻഡേഷനുമില്ല, ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവരുടെ അവസാനം തീപ്പൊയ്കയിലായിരിക്കും. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപാകെ ഞാൻ നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ടില്ലയോ 12-ാമത്തെ വാക്യത്തിൽ. മരിച്ചവരാ, ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മരിച്ചു കഴിഞ്ഞുകൊണ്ട് എല്ലാം തീരുകയല്ല. നമ്മുടെ ആത്മാവ് നിത്യമാണ്, നമ്മുടെ ജീവൻ നിത്യമാണ്. ആ മരിച്ചുപോയ നമ്മുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി നിത്യമാണ്. അങ്ങനെ മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. മനസ്സിലാകുന്നുണ്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇവിടെ വിഷയം അതല്ലല്ലോ, വിഷയത്തിലേക്ക് വരാം. 4-ാമത്തെ സബ്ജക്റ്റായിട്ട് എറ്റേണൽ ഫൈനൽ ഡിഫീറ്റ് ഓഫ് സാത്താനെ അങ്ങനെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. 5-ാമതായിട്ട് കോസ്മിക് ഓർഡർ റിസ്റ്റോർ ചെയ്യുക. അതായത് ആകാശവും ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ഇങ്ങനെയുള്ള കോസ്മിക് ഓർഡറുകൾ, പുതുവാന ഭൂമി ദൈവം സൃഷ്ടിക്കുക. അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല, ബട്ട് പുതുവാന ഭൂമി, പുതിയ ആകാശവും. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം കാണുന്നത് ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. എൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത് കണ്ടില്ലയോ? വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം തുടങ്ങുന്ന 21-ന്റെ 1-ാമത്തെ വാക്യം പറയുന്നുണ്ടല്ലോ, ആൻഡ് ഐ സോ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്, ഫോർ ദ ഫസ്റ്റ് ഹെവൻ ആൻഡ് ദ ഫസ്റ്റ് എർത്ത് വെയർ പാസ്ഡ് അവേ ആൻഡ് ദെർ വാസ് നോ മോർ സീ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഇങ്ങനൊരു കാലഘട്ടത്തിലേക്ക് വരിക. അതായത് പുതിയ കോസ്മിക് ഓർഡർ ദൈവം സൃഷ്ടിച്ചാക്കുക. ഈ 5 കാര്യങ്ങൾ നിവർത്തിയാകണം. ഇതിനെയാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞ കാലസമ്പൂർണത എന്ന് പറഞ്ഞത്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും സമയമില്ലാഞ്ഞുകൊണ്ട് ഇതിനെ അത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ പോയി. ഈ പറയുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി തന്നെ എന്ന് പറയുന്ന ഈ കാലസമ്പൂർണത കണ്ടോ? ഈ കാലം സമ്പൂർണമാകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ഈ 5 പദ്ധതികൾ പൂർണ്ണമാകണം. 1, യഹൂദനെ വീണ്ടെടുത്ത് അവന്റെ കിങ്ഡം പ്രോഗ്രാം പൂർണ്ണമാകണം. അവന്റെ മില്ലനിയം റെയിൻ, 1000 ആണ്ട് വാഴ്ച പൂർണ്ണമാകണം. ആ ഒരു പദ്ധതി മൊത്തത്തിൽ പൂർണ്ണമാകണം. അപ്പോൾ തന്നെ പാരലായിട്ട് പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ചതും സ്വർഗത്തിൽ മറഞ്ഞിരുന്നതുമായ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗീയ പദ്ധതി സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. എല്ലാവർക്കും, ഉലകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള 2000 വർഷത്തെ ദൈവിക പദ്ധതി അത് പൂർണ്ണമായി അതിന്റെ പ്രൊഡക്റ്റിനെ റാപ്ചറിൽ കർത്താവ് വാനമേഘങ്ങളിൽ വന്ന് ചേർത്തു. നാം ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ജീവനോടിരിക്കുന്നവർ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതും നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്ന ആ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, അവിടെ വെളിപ്പെട്ട് നമ്മുടെ അവകാശങ്ങളും നമ്മുടെ പ്രതിഫലങ്ങളും ഒക്കെ സ്വീകരിച്ച് നാം സ്വർഗസ്ഥലങ്ങളിലായിരിക്കുക. ഇത്തരം 2 പദ്ധതിയും പൂർണ്ണമായിരിക്കുക. 3-ാമതായിട്ട് പൂർണ്ണമാകേണ്ടിരുന്ന പദ്ധതി ജഡ്ജ്മെന്റ് ആണ്. അതായത് ആ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസനത്തിലെ ന്യായവിധി, അത് കഴിഞ്ഞിരിക്കുക. 4-ാമതായിട്ട് ഫൈനൽ ഡിഫീറ്റ് ഓഫ് സാത്താനെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തി അവനെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുക, എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് തള്ളുക. അവന്റെ കൂടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മാക്കളും അവൻ്റെ കൂടെ പോകുവാനായിട്ട് ഇടയാകും. അത് എറ്റേണലാണ്. അവിടുന്ന് ഒരിക്കലും ഒരു തിരിച്ചു വരവില്ല, എറ്റേണലാണ്. അതിനുശേഷം 5-ാമതായിട്ട് ന്യൂ കോസ്മിക് ഓർഡേഴ്സ് റിസ്റ്റോർഡ്, അതായത് പുതുവാന ഭൂമികൾ ദൈവം കൽപ്പിച്ചാക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമാക്കുന്നതിനെയാണ് കാലസമ്പൂർണത എന്ന് പറയുന്നത്. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ.
ഈ കാലം സമ്പൂർണ്ണമാകുമ്പോൾ ഈ വ്യവസ്ഥ പൂർണ്ണമാകും. കൊലോസി ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് കണ്ടില്ല, ഇതിനെ എന്തിനാ സൃഷ്ടിച്ചത്? ഇത് മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, അനാദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് ദൈവത്തിന്റെ ഈ പദ്ധതി. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും, കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലവും അവൻ മുഖാന്തരം, അതായത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മുഴുവനും കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്. ആ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പർപ്പസിലേക്ക് അത് മടങ്ങി വന്നിരിക്കുക. ഇത് രണ്ട് പദ്ധതികളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. കാര്യം സാത്താൻ ഈ കാര്യങ്ങൾ അറിയാതിരിക്കാൻ. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ക്രിസ്തുവിൽ പിന്നെയും ഒന്നായി ചേർക്കുക എന്ന കാല സമ്പൂർണത ഇവിടെയാണ് അതിന്റെ വിഷയം. ആ കാലം ഇവിടെ സമ്പൂർണമായിരിക്കുകയാണ്. അത് സമ്പൂർണതയിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുക. അതായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാകും ഈ രണ്ട് പദ്ധതികളും. ഇത് രണ്ടും രണ്ട് തലങ്ങളാണ്, രണ്ടും രണ്ട് സ്ഥലങ്ങളാണ്, രണ്ട് നിലയിൽ രണ്ട് റലം, അതായത് ദൈവിക പദ്ധതികളാണ്. ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗോഡ്. നാം സ്വർഗത്തിലായിരിക്കും, അവര് ഭൂമിയിൽ. സ്വർഗത്തെ പോലെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള ആ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ നിറവേറിയിരിക്കുക. അവരുടെ ആ സ്വർഗം ഭൂമിയിൽ മണവാട്ടിയെ പോലെ അലങ്കരിച്ച 12 സിറ്റികളും 12 നഗരങ്ങളും 12 തൂണുകളും സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായ ആ പുത്തനാം യെരൂശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. അതിലാണ് അവർ വാഴുന്നത്. അത് അവരുടെ കാര്യമാണ്. എന്നാൽ നാം സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ദൂതന്മാരെ വാണുകൊണ്ട് സ്വർഗത്തിലായിരിക്കുന്ന വലിയ അധികാരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് എന്ത് അധികാരമുണ്ട്? അതിന്റെ കൂട്ടവകാശം വരും കാലങ്ങളിൽ ക്രിസ്തുവിന്റെ ആ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കണ്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക. ഇതൊരു പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഗ്രഹീതമായ അനുഭവത്തിൽ ഈ രണ്ടു കൂട്ടരുമായിരിക്കുക. ഈ സമയത്താണ് കാലസമ്പൂർണത എന്ന് പറയുന്നത്. ഈ കാലസമ്പൂർണതയിൽ ഇത് രണ്ടും കർത്തൃത്വം, ബോത്ത് ഓഫ് ദീസ് പ്ലേസസ് വിൽ കം അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ആ കർത്തൃത്വത്തിന്റെ കീഴിലായിരിക്കുക. ഇവിടെയാണ് നമുക്ക് ഒരു വിഷയത്തിൽ ക്ലാരിറ്റി തന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഈ സ്വർഗത്തിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും എന്നേക്കും രണ്ട് ധ്രുവങ്ങളിൽ നിന്നു പോകുമോ, അതോ ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സമ്പർക്കം ഉണ്ടായിരിക്കുമോ? ഇവർക്ക് പോകാനും വരാനും, നമുക്ക് അങ്ങോട്ട് പോകാനും അവർക്ക് ഇങ്ങോട്ട് വരാനും, ഇവർ തമ്മിൽ കൂടി കാണാനുള്ള ഒരു സമ്പർക്കം, അതിനുള്ളൊരു മുഖാന്തരം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ പറഞ്ഞത്. അതിന് നമുക്ക് വചനത്തിൽ ആൻസർ തന്നിട്ടില്ല. എന്നാൽ ഇത് രണ്ടും കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും കൂടി കാണാനും കൂട്ടായ്മയിൽ ആചരിക്കാനും ഒക്കെയുള്ള ആ നിലയിൽ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തിയത്. നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആയിട്ടില്ല. ഇത് രണ്ടും രണ്ട് തലം തന്നെയാണ്. നിത്യതയിലും രണ്ട് തലമായിട്ട് തന്നെ തുടരും. ബട്ട് ദർ മേ ബി എ ചാൻസ്, ഒരു പക്ഷെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിക്കുവാനുള്ള ഒരു അവസരമോ അതിനുള്ളൊരു മുഖാന്തരമോ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്ന കാല സമ്പൂർണതയിലെ വ്യവസ്ഥ നിത്യതയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കാലം സമ്പൂർണമായിരിക്കുകയാണ്. ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ പ്രാരംഭമായിട്ട് അതിന്റെ ഓവർവ്യൂ ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് കൊരിന്ത്യൻസ്, അത് ആരെഴുതി, അത് ആർക്കെഴുതി, എന്നെഴുതി, എന്തിനെഴുതി, ആരാണ് അതിന്റെ റെസിപ്പിയന്റ്, ഇതിലെ വിഷയത്തിന്റെ വിഭജനം എങ്ങനെയാണ്, ഇത് ഇന്നത്തെ സഭയ്ക്ക് എങ്ങനെ പ്രസക്തമായിരിക്കുന്നു, പണ്ടത്തെ ഒരു കഥയാണോ അതോ അതിന്നും നമുക്ക് വേണ്ടുന്ന കാര്യമാണോ, അതെങ്ങനെയാണ് ഇന്നത്തെ സഭയ്ക്ക് പ്രസക്തമായിരിക്കുന്നത് എന്നൊക്കെയുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് മോസ്റ്റ് ലൈക്ലി നമുക്ക് കവർ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷയത്തിലേക്ക് വരാം. കൊരിന്ത്യ ലേഖനം നമുക്ക് പ്രാർത്ഥനയോട് ഈ ഒരു പഠനത്തിലേക്ക് കടക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വിഷയം പഠിച്ചു തീർക്കുവാൻ എല്ലാവരും ദൈവം ആരോഗ്യത്തോട്, ബലത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോട്, ദൈവിക ഉത്തരവാദിത്തോട്, ആത്മഭാരത്തോട് ഈ പുസ്തകം പഠിക്കുവാനും പഠിക്കുന്ന മറ്റുള്ളവരിൽ എത്തിക്കുവാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും
ദൈവസഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. 1-2 വാക്യം വായിച്ച് ഞാൻ തൽക്കാലം അവിടെ നിർത്തിയിട്ട് ഈ വിഷയം ഒന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ഇത് ആർക്കെഴുതി, ആരെഴുതി, എന്തിനെഴുതി എന്നൊക്കെയുള്ള ഒരു വിവരണമാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന് കൊടുക്കുന്നത്. ആരെഴുതി എന്നുള്ളത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ പ്രസക്തമാണ്. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്. പോളാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ള 1-ാമത്തെ വാക്യത്തിൽ തന്നെ ക്ലിയർ ആണ്. തുടർന്ന് എഴുതിയിരിക്കുന്നത് സഹോദരനായ സോസ്തനേസ്. ഈ സോസ്തനേസിനെ കുറിച്ച് ഒന്ന് പറയണം. എന്നാൽ അതിനു മുൻപായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഞാൻ സോസ്തനേസിലേക്ക് വരാം. അതായത് തന്നെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടത് ആര് വിളിച്ചു? കർത്താവായ യേശു ക്രിസ്തു ദമസ്കോസിൽ ഇറങ്ങി വന്ന് പൗലോസ് അപ്പോസ്തലനായിട്ട് അംഗീകരിച്ചിരിക്കുകയും അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയുമാണ്. ഈ അപ്പോസ്തോലിക ശുശ്രൂഷ ഇന്ന് ആക്ച്വലി ഇല്ല. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഒത്തിരി പേരെ കാണാം, അപ്പോസ്തോലൻ എന്നുള്ള പേരുമൊക്കെ ഇട്ട് ആ ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് അവരുടെ പേരിന് മുന്നിൽ അപ്പോസ്തോലൻ എന്നൊക്കെ ചേർത്തിരിക്കുന്നതും ബിസിനസ് കാർഡൊക്കെ അച്ചടിച്ച് അങ്ങനെ പലയിടത്തും വിതരണം ചെയ്യുന്നതും വലിയ പ്ലാക്കാർഡ്, വലിയ നോട്ടീസ് ബോർഡിലൊക്കെ അപ്പോസ്തോലൻ ഇന്നാര് എന്നൊക്കെ പേരുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. എന്നാൽ ടു ബി വെരി ഹോണസ്റ്റ്, ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ശുശ്രൂഷയെ ഇല്ല, അപ്പോസ്തോലിക ശുശ്രൂഷയെ ഇല്ല. അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദൂത് അറിയിക്കാൻ അയക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ ദൂത് അറിയിക്കുവാൻ ദൈവം പലരെ കാലാകാലങ്ങളിൽ അയച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 12 അപ്പോസ്തലന്മാരെ കർത്താവ് കൽപ്പിച്ചാക്കിയവരാ. അവരെന്ത് ദൂത അറിയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും, അഭിഷേകം ലഭിക്കും എന്ന് കർത്താവ് അവരോട് പറയുക. ഒരു പുതിയ നിയമം ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുക്കുക. ആ പുതിയ നിയമത്തെ കർത്താവ് പെസഹ നാളിൽ തന്റെ രക്തം അതിന്മേൽ തളിച്ച് അതിനെ കോൺസെക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും അവൻ അതിനുശേഷം പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. അതായത് കർത്താവിന്റെ രക്തം ആ പുതിയ നിയമത്തിന്മേൽ തളിച്ച് ആ പുതിയ നിയമം കോൺസെക്രിയേറ്റ് ചെയ്യുകയാണ്. അത് പ്രാബല്യത്തിൽ വരിക. അത് ലോകത്തെ അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരോടാണ് പറയുന്നത്. അവർക്കാണ് അപ്പോസ്തലന്മാർ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്, ആ ഒരു പദവി. കാര്യം സ്വർഗത്തിൽ നിന്ന് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നതും ആ പുതിയ നിയമം ലോകത്തെ അറിയിക്കുവാൻ ഉലകം മുഴുവനും വ്യാപിച്ച് ചിതറിക്കിടക്കുന്ന യഹൂദനോട് പോയി ഈ സുവിശേഷം അറിയിക്കണം. ഒരു ഗ്രേറ്റ് കമ്മീഷൻ അവർക്ക് കൊടുക്കുക, അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുക, അമാനുഷികമായ ശക്തി അവർക്ക് പ്രാപിക്കുക, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും അധികാരം അവർക്ക് പാപം വരെ മോചിക്കാനുള്ള അവകാശം ദൈവം അധികാരം അവർക്ക് കൊടുക്കുക. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. പാപം വരെ മോചിക്കുവാനുള്ള അധികാരം കൊടുത്ത് ഈ മലയോട് ഇവിടുന്ന് ചാടി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അത് പോയി വീഴും. അത്രമാത്രം അധികാരം കൊടുത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഈ ഒരു ദൗത്യത്തിനായി അയക്കപ്പെട്ട 12 പേരെയാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. വേറെ ഒരാൾക്ക് കയറി ഇന്ന് ആ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് അപ്പോസ്തലൻ എന്ന് പറയാൻ പറ്റത്തില്ല. പലരും പറയാറുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 28-ാമത്തെ അധ്യായം അല്ല, അതിനുശേഷവും ഉണ്ട്, എന്നാൽ അവിടെ ഒരു കോമായിട്ട് നിർത്തിയിരിക്കുകയാണ്, ഇന്ന് ചെയ്യുന്നതെല്ലാം ആ ശുശ്രൂഷയാണെന്ന്. തീർച്ചയായിട്ടും അല്ല, അവിടെ ഒരു കോമായും ഇല്ല, എല്ലാം ഫുൾ സ്റ്റോപ്പാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ആ ഒരു ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. ആ പദ്ധതി പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെടുകയും തന്റെ ആ 13 പുസ്തകങ്ങളിൽ കൂടി, റോമ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയുള്ള പുസ്തകങ്ങളിൽ കൂടി അത് ലോകത്തിന് വെളിപ്പെടുത്തുകയുമാണ്. അതിനെയാണ് ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിയോഗിതനായ അപ്പോസ്തലനായ പൗലോസ്. ഞാൻ ഈ പറഞ്ഞു വന്നത് 12 അപ്പോസ്തലന്മാരുടെ കാര്യമാണ്. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചത് കൊണ്ടാണ് അവരെ അപ്പോസ്തലന്മാര് എന്ന പേരിന് അവര് അർഹരായിരുന്നത്. ഇന്ന് ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയും ഇവിടെ ഇല്ല, ഒരു പുതിയ ദൗത്യവും പറയാൻ താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് കൈമാറി ലഭിച്ച ആ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നൊരു ദൗത്യമാണ്. അതിന് താങ്കൾ ഒരു പുതിയ കണ്ടുപിടുത്തമോ ഒരു പുതിയ ഒരു സുവിശേഷമോ താങ്കൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് റിവീൽഡായി പുതുതായിട്ട് വെളിപ്പെട്ടു അങ്ങനൊന്നും ഇല്ല. ഇവിടെ താങ്കൾക്ക് ഇനി ഒന്നും വെളിപ്പെടാനില്ല. ബൈ ചാൻസ് എന്തെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ കുഴപ്പമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ അത് ബൈബിൾ ഇതുവരെ വായിച്ചിട്ടില്ല. ഈ ബൈബിൾ എഴുതി താങ്കളുടെ കയ്യിൽ തന്നിട്ട് നൂറ്റാണ്ടുകളായി.
അത് താങ്കൾക്ക് ഇതുവരെ വെളിപ്പെടാതിരുന്നത് താങ്കൾ ഉത്തരവാദിത്വമില്ലാതെ അത് പഠിക്കാതെ അത് നടന്നതുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോഴും വെളിപ്പെട്ടത്. ഇപ്പോഴെങ്കിലും വെളിപ്പെട്ടല്ലോ, അതിന് നന്ദി പറയുക. ഇത് എഴുതി കൈ തന്നിരിക്കുന്നതാണ്. ഇതിനകത്തൊന്നും പുതുതായിട്ട് താങ്കൾ കണ്ടുപിടിക്കാനില്ല. ഒരു പുതിയ ദൗത്യം താങ്കളെ ഏൽപ്പിച്ചിട്ട് ഉലകത്തെ അറിയിക്കാൻ ദൈവം ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ യാതൊരു ആവശ്യവും ഈ കാലത്ത് താങ്കൾക്കില്ല. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചു. അതിലെ അപ്പോസ്തോലിക ശുശ്രൂഷ ആ കാലഘട്ടത്തിൽ ഇത് ഉലകത്തെ അറിയിക്കാൻ വേണ്ടി തന്നിരുന്നതാണ്. ആ ശുശ്രൂഷ ഇന്ന് താങ്കൾ പുതുതായിട്ടൊന്നും അറിയിക്കാനില്ല. ഇന്ന് താങ്കളുടെ ശുശ്രൂഷ സുവിശേഷകൻ എന്ന ശുശ്രൂഷയാണ്. ആ നടുവിരൽ, ഈ സുവിശേഷകൻ, ഇതാണ് താങ്കളുടെ ശുശ്രൂഷ. ഈ അപ്പോസ്തോലിക ശുശ്രൂഷയും പ്രവചന ശുശ്രൂഷയും ഈ കാലഘട്ടത്തിൽ ഇല്ല. കാര്യം ഇന്ന് താങ്കൾക്ക് പുതുതായിട്ട് യാതൊരു പ്രവചനവും ലഭിക്കേണ്ടെന്ന് ആവശ്യമില്ല. മുഴുവനും എഴുതി താങ്കളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇതിന്റെ അപ്പുറത്തിന് താങ്കൾക്ക് വേറൊന്നും പുതുതായിട്ട് കണ്ടുപിടിക്കാനോ പുതുതായിട്ട് എഴുതാനോ പുതുതായിട്ട് അറിയിക്കാനോ ഇല്ല. എല്ലാം ഇതിൽ കൂടി അറിയിച്ചിരിക്കുകയാണ്. താങ്കൾ ഇത് മനസ്സിലാക്കാൻ താമസിച്ചു പോയെങ്കിൽ അത് താങ്കളുടെ കുഴപ്പമാണ്, ദൈവത്തിന്റെ കുഴപ്പമല്ല. ഹല്ലേലൂയ. ഞാൻ അപ്പോസ്തലൻ എന്താണ് ആരാണെന്നൊന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഈ ശ്രമിക്കുന്നത്. ഇവിടെ ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ പ്രവചന ശുശ്രൂഷയില്ല. ഒരു പ്രവചനവും ഇന്ന് ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിൽ തന്നിരിക്കുകയാണ്. ദിസ് ഈസ് കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ഇന്ന് പുതിയൊരു കാര്യവും കണ്ടുപിടിച്ചിട്ട് വെളിപ്പെട്ട് കിട്ടിയിട്ട് താങ്കൾ ഇനി ഉലകത്തെ അറിയിച്ചിട്ട് രക്ഷിക്കപ്പെടാൻ വെച്ചിരിക്കുന്ന ഒരു പദ്ധതി അല്ല ഇത്. ഇവിടെ പൗലോസിനെ അപ്പോസ്തലനായിട്ട് നിയമിച്ചത് കർത്താവ്. കാര്യം ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ അന്ന് വരെ ഉലകത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി അപ്പോസ്തലനായ പൗലോസിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് പോളിനെ വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്, താങ്കൾ ഈ ഗണത്തിൽ പെടത്തില്ല. താങ്കൾ ഈ ശുശ്രൂഷ അല്ല ചെയ്യുന്നത്. താങ്കൾ ചെയ്യുന്നത് ദൈവിക ശുശ്രൂഷയാണ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അത് തീർച്ചയായിട്ടും വളരെ വളരെ സ്തുത്യർഹമാണ്. പക്ഷെ താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി സുവിശേഷകന്റെ വേലയാണ്. താങ്കളുടെ കയ്യിൽ എഴുതി തന്നിരിക്കുന്ന ആ സുവിശേഷം ലോകത്തെ അറിയിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ ജോലിയാണ് താങ്കൾ ചെയ്യുന്നത്, അപ്പോസ്തലനല്ല. ഇനി ചിലര് സഭയെ പരിപാലിക്കുന്നവരുണ്ട്, അവരെ ഇടയ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സഭയിലെ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുവാനായിട്ട് വചനത്തിൽ ആഴമായ പരിജ്ഞാനമുള്ളവരുണ്ട്, അവരാണ് ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ മൂന്ന് ശുശ്രൂഷകളും ഇന്നുണ്ട്. അപ്പോസ്തലന്റെ ഒരു ആവശ്യമില്ല, പ്രവാചകന്റെ ഒരു ആവശ്യമില്ല. പ്രവചനമോ അത് നിന്നുപോകുമെന്ന് പറഞ്ഞിരുന്ന പോലെ തന്നെ അത് നിന്നുപോയി. ഇന്ന് അതിന്റെ ഒരു ആവശ്യം താങ്കൾക്കില്ല. ഞാൻ ഈ പറഞ്ഞു വന്നുകൊണ്ട് അവിടെ നിന്ന് ടച്ച് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്, യെസ് ഇൻഡീഡ്. അടുത്തതായിട്ട് സഹോദരനായ സോസ്തനേസ്, കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് സഹോദരനായ സോസ്തനേസ് എന്ന് പറയുന്നത്, ഈ സോസ്തനേസ് ഒരു യഹൂദനാണ്. അദ്ദേഹം ഈ യഹൂദ സിനഗോഗ്, കൊരിന്തിൽ ഒരു വലിയ സിനഗോഗ് ഉണ്ട്, യഹൂദ സിനഗോഗ് ഉണ്ട്. ആ സിനഗോഗിലെ പള്ളി പ്രമാണിയായിരുന്നു, ആ സിനഗോഗിന്റെ പ്രമാണിയായിരുന്നു. എന്നാൽ അദ്ദേഹം പൗലോസിന്റെ ഉപദേശം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ദൈവം തന്നോട് ഇടപെടുകയും ചെയ്തത് കാരണം പോളിന്റെ കൂടെ ആ കാര്യത്തിലേക്ക് വരികയും അത് വിശ്വസിക്കുകയും ചെയ്തപ്പോഴത്തേന് ജനം തനിക്കെതിരായിട്ട് തിരിയുകയും അങ്ങനെ തന്നെ വലിച്ചഴിച്ചുകൊണ്ട് ആ ദേശത്തെ ദേശാധിപതിയുടെ അടുക്കൽ, ഗല്ലിയോൻ എന്ന് പറയുന്നത് റോമൻ ഗവർണറാ, ആ ദേശം വാഴുന്ന റോമൻ ഗവർണറാണ് ഗല്ലിയോൻ. ആ ഗല്ലിയോന്റെ അടുക്കൽ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് ഇദ്ദേഹം ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് സംസാരിക്കുന്നു. പള്ളിപ്രമാണിയാണ്. എന്നാൽ പോളിനെതിരായിട്ടുള്ള ഒരു ആർഗ്യുമെന്റാ. പോളിനെയാണ് അവിടെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. കൊണ്ടുപോയിട്ട് ഗല്ലിയോന്റെ മുന്നിൽ നിന്ന് പോളിനെ വിസ്തരിക്കുക. അപ്പോൾ ഗല്ലിയോൻ പറഞ്ഞു, നിങ്ങളുടെ മതപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല, അതിൽ വേണ്ടുന്ന പരിജ്ഞാനവും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ. വേറെ എന്തെങ്കിലും വിഷയങ്ങളായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെടാമായിരുന്നു. എന്നാൽ നിങ്ങളുടെ യഹൂദന്റെ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ യു മാനേജ് ഇറ്റ് ബൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞ് വിടുകയാണ്. അത് കേട്ടപ്പോഴത്തേന് അവർ കോപാകുലരായിട്ട് ആ ഉപദേശത്തിലേക്ക് ചാഞ്ഞ് പൗലോസിനോട് ചേരാൻ ശ്രമിച്ച സോസ്തനേസിനെ, പള്ളിപ്രമാണിയായിരുന്നെങ്കിലും ഗല്ലിയോന്റെ മുന്നേ വെച്ച് പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു വലിയ സംഭവം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ കാണാം. ബൈ ദ വേ, അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വരെയാണ് ഈ കൊരിന്തിലെ ചർച്ചിന്റെ വിവരണം പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. ഇത് കണ്ടില്ലയോ? 18-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ് പറയുന്നത്, എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല.
ഈ സോസ്തനേസ് പൗലോസിന്റെ ഉപദേശത്തിലേക്ക് മാറുവാനായിട്ട് ഇടയായി. അതുകൊണ്ടാണ് ഈ സോസ്തനേസിനെ കൂടെ പിടിച്ചുകൊണ്ട് പോയതും. അവിടെ വെച്ച് ഒരു വലിയ ആർഗ്യുമെന്റ് ഉണ്ടായി. ഗല്ലിയോനെ കൊണ്ട് ഇവരെ ഫിക്സ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ അദ്ദേഹം കൂട്ടാക്കാഞ്ഞ കാരണം അവിടെ വെച്ച് സോസ്തനേസിനെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാം. ഈ സോസ്തനേസ് ആണ് കൂടെ ചേർന്നാണ് കൊരിന്ത്യ ലേഖനം എഴുതിയിരിക്കുന്നതെന്നാണ് പോൾ പറയുന്നത്. അങ്ങനെ പോൾ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോസ്തനേസിനെ ഇവർക്കറിയാം. കൊരിന്ത്യർക്ക് അദ്ദേഹം വളരെ ഫെമിലിയർ ആണ്. കാര്യം കൊരിന്തിലെ ഏറ്റവും വലിയ ചർച്ചാണ്, അവിടുത്തെ സിനഗോഗാണ്, അതിന്റെ പള്ളി പ്രമാണിയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മാന്യനാണ്, ആ ദേശത്ത് അദ്ദേഹം അറിവുള്ളവനാണ്. അതുകൊണ്ട് പോൾ പറയുകയാണ്, എൻ്റെ സഹോദരനായ സോസ്തനേസും കോരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. കാര്യം ഞങ്ങൾ രണ്ടും ഇപ്പോൾ ഒരു കാര്യമാണ് പറയുന്നത്, അദ്ദേഹം എന്നോട് കൂടെ ഉണ്ട്. ആ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വിഷയത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സോസ്തനേസിനെ കൂടെ ആ കൂട്ടത്തിൽ ചേർത്ത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെയും മറ്റനേക വേദ പണ്ഡിതന്മാരുടെയും ഈ വിഷയത്തിലുള്ള അഭിപ്രായം. രണ്ടാമത്തെ വാക്യം, ക്രിസ്തുവേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും. അതായത് ഈ കൊരിന്ത്യ ലേഖനം എഴുതിയിരിക്കുന്ന കൊരിന്ത്യർക്കല്ലേ, അത് കോഴഞ്ചേരിക്കാർക്ക് എന്താണ് അതിൽ പങ്ക് എന്ന് പലരും രസകരമായിട്ട് ചോദിക്കാറുണ്ട്. അതിന്റെ പങ്കിന്റെ കാര്യം ഇതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അന്ന് ലോകമെമ്പാടും വെളിപ്പെട്ടിരുന്ന ഒരു സ്വർഗീയ മർമ്മമോ ഒരു സ്വർഗീയ സഭയോ ഒന്നുമല്ല. അന്ന് ആർക്കും വെളിപ്പെട്ടിട്ടില്ല അവിടെ. അത് വെളിപ്പെട്ട് വരുന്നത് വളരെ ചുരുക്കം പേർക്ക്. പൗലോസ് അപ്പോസ്തലൻ ആരോട് പറയുന്നു അവർക്കത് മനസ്സിലാകുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇപ്പൊ കൊരിന്തിലെത്തിയിരിക്കുക. ആ കൊരിന്തിൽ ഒരു ദൈവസഭ രൂപീകരിച്ചിരിക്കുക. ആ ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് പോൾ എഴുതി കൊടുക്കുക. അത് കൊരിന്തിലുള്ളവർക്ക് മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അവിടെയും, അതായത് കൊരിന്തിലും ഇവിടെയും എവിടെയും എല്ലായിടത്തും ഉലകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എഴുതിയിരിക്കുന്ന, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതി, അതുകൊണ്ട് നമുക്കാർക്കും ഇത് ആവശ്യമുള്ളതല്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. ഇതാണ് ആർക്കെഴുതി എന്നുള്ളതിന്റെ വിശദീകരണം. ഇതിനി എന്താണ് എഴുതിയത്? കൊരിന്ത്യ സഭ സ്ഥാപിക്കുന്നത് ഏകദേശം AD 51 രണ്ടാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെത്തിയതിനു ശേഷം അവിടെ ഈ കൊരിന്ത്യ സഭ ആരംഭിക്കുകയും ഏകദേശം 53 വരെ AD 53 വരെ കൊരിന്തിൽ ഉണ്ടായിരുന്നു. താന് 18 മാസത്തോളം അവിടെ ബൈബിൾ ക്ലാസ് ആയിട്ട് അവരെ പഠിപ്പിക്കുകയും ഈ വിഷയം ശക്തമായിട്ട് കൊരിന്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. ആയിരങ്ങൾ പതിനായിരങ്ങൾ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. അതിനുശേഷം ഏകദേശം AD 53 അവിടെ നിന്നും അദ്ദേഹം മടങ്ങിപ്പോരുന്നു. മടക്കയാത്രയിൽ എഫെസോസിലെത്തുകയും എഫെസോസിൽ നിന്നും പിന്നെ താൻ യെരുശലേമിലേക്ക് പോവുകയും ചെയ്യുവാനായിട്ടിടയായി. മൂന്നാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് വീണ്ടും തിരിച്ച് അദ്ദേഹം എഫെസോസിൽ വരികയും എഫെസോസിൽ ഇരുന്ന് കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുകയും ചെയ്തു. ഞാനൊരു പിക്ചർ ഒന്ന് കാണിച്ചോട്ടെ. ഞാൻ ആ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷത്തുണ്ടെങ്കിൽ ഒരു സ്കെച്ച് കാണിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. ഇവിടുന്നാണ് അന്ത്യോക്യയിൽ നിന്ന് രണ്ടാം മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് താൻ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഇതുവഴി ബിദുനിയ പൊന്തോസ് വഴി ത്രോവാസിലെത്തുകയും ത്രോവാസിൽ നിന്ന് ഫിലിപ്പിയയിലെത്തുകയും ഫിലിപ്പിയയിൽ നിന്ന് തെസ്സലോനിക്കയിൽ നിന്ന് ബെറോബയിലും എത്തുകയും ബെറോബയിൽ നിന്ന് അതിനുശേഷം ഇവിടെ അഥേനയിൽ എത്തിച്ചേരുകയും അഥേനയിൽ നിന്ന് കൊരിന്തിൽ വരികയും ചെയ്തു. ഈ കൊരിന്തിൽ വെച്ചാണ് കൊരിന്ത്യ സഭ ആരംഭിക്കുന്നത്. എന്നാൽ അതിനുശേഷം താൻ മടങ്ങിപ്പോരുന്നു. തിരിച്ച് എഫെസോസിലെത്തി. എഫെസോസിൽ നിന്നും മടങ്ങി കൈസരിയിലേക്കും അവിടുന്ന് യെരുശലേമിലേക്കും പോരുവാനായിട്ടിടയായി. ഇതാണ് രണ്ടാമത്തെ മിഷണറി യാത്ര. ഈ സമയത്തല്ല ഈ കത്ത് എഴുതുന്നത്. ഇതിനുശേഷം താൻ മൂന്നാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് എഫെസോസിൽ എത്തിച്ചേരുകയും എഫെസോസിലായിരിക്കുമ്പോൾ ഈ കൊരിന്തിലെ സഭയുടെ വിവരങ്ങളും വിശേഷങ്ങളും താൻ അറിഞ്ഞതുകൊണ്ട് കൊരിന്ത്യർക്ക് വേണ്ടിയിട്ട് എഫെസോസിൽ ഇരുന്ന ലേഖനമാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ഞാൻ അല്പം കൂടെ അത് വിശദീകരിക്കാം. എന്നാൽ അതിനു മുൻപായിട്ട് കൊരിന്തിനെ കുറിച്ച് ഒരു ചെറിയ പശ്ചാത്തലം ഒന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. നമ്മൾ ഈ കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ ഇത് ആർക്കെഴുതി, എന്തിനെഴുതി, എന്താണ് കൊരിന്തിന്റെ പ്രത്യേകത, അവിടുത്തെ സഭയ്ക്ക് എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വരെയാണ് ഈ സഭയുടെ വിവരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാക്യങ്ങൾക്കിടയിലാണ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തികളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ 1-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കുകയും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചിട്ട് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാമത്തെ അധ്യായം
അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം അവൻ അഥേന വിട്ടു കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസുകാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ടു അവരുടെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ചു, യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തിമത്തിയോസും മക്കതോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു യേശു തന്നെ ക്രിസ്തുവെന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്നവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട തീത്തോസ് യൂസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവിടെ അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാൻ ഇവിടെ തൽക്കാലം ഒന്ന് നിർത്തുകയാണ്. ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ പശ്ചാത്തലം ഇവിടെയാണ്. അപ്പോൾ തന്നെ ഈ കൊരിന്ത്യ ദേശം എങ്ങനെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒരു മാപ്പ്, കൊരിന്ത്യ ദേശത്തിന്റെ മാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഈ ഒരു ഭാഗമാണ്, ഈ ഭാഗമാണ് കൊരിന്ത്യ. മാസിഡോണിയ, അഖായ, ഈ കാണുന്നത് കണ്ടോ, മാസിഡോണിയ അഖായ എന്ന് പറയുന്നത്. ഇത് മാസിഡോണിയ, മക്കതോനിയാണ്. താഴെ അഖായ എന്ന് പറയുന്നത് അഖായ ആണ്. ഇതാണ് ഗ്രീസ്. ഈ ഗ്രീസിന്റെ ചക്രവർത്തി ആയിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. ഗ്രീസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, നോർത്തേൺ ഗ്രീസ് എന്നും സൗത്തേൺ ഗ്രീസ് എന്നും പറഞ്ഞു. ഈ സൗത്തേൺ ഗ്രീസ് ആണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് അഖായ. നോർത്തേൺ ഗ്രീസ് ആണ് യെല്ലോ കളറിൽ കാണുന്നത് ഈ മാസിഡോണിയ എന്ന് പറയുന്നത്. മാസിഡോണിയയിലെ പ്രധാന സിറ്റികളാണ് ഫിലിപ്പിയ, ബെറോവ, തെസലോനിക്ക എന്നൊക്കെ പറയുന്നത് ഈ മാസിഡോണിയയിലെ പ്രധാന നഗരങ്ങളാണ്. അതുപോലെ തന്നെ അഖായയിലെ പ്രധാന നഗരങ്ങളാണ് അഥേന അല്ലെങ്കിൽ എയ്തൻസ്, അതുപോലെ തന്നെ കൊരിന്ത്, കെങ്ക്രയ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ പ്രധാന നഗരങ്ങളാണ്. ഒരല്പം കൂടെ വിവരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കൊരിന്തിനെ കുറിച്ചാണ്. കൊരിന്ത് പട്ടണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൊരിന്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ആ കാലത്തെ ഗ്രീസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടലിടുക്കാണ്. ഈ ഗ്രീസ് കിടക്കുന്നത് തന്നെ, ഇതിന്റെ ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, അഡ്രിയാറ്റിക് ഓഷ്യനും ഏജിയൻ ഓഷ്യനും, ഈ രണ്ട് വലിയ മഹാസമുദ്രങ്ങളുടെ ഇടയിലാണ് ഈ ഗ്രീസ് കിടക്കുന്നത് തന്നെ. അപ്പോൾ തന്നെ ഈ താഴ്വശം, ഈ കൊരിന്തിന്റെ ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതുവഴി ഒരു കടലിടുക്ക് നമുക്ക് കാണാം. ഈ ഒരു കടലിടുക്ക്, അതായത് ഈ അഡ്രിയാറ്റിക് ഓഷ്യനിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഇതുവഴി കയറി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഏഷ്യൻ സീയിലേക്ക് ഇറങ്ങുവാനായിട്ട് കഴിയും. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ താഴെ വന്നിട്ട് അഖായ താഴെ വന്ന് ചുറ്റി ഇങ്ങനെ വേണം പോകാൻ. ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് പ്ലേസ് ആണ്. ഇതുവഴി ഈ കപ്പൽ യാത്ര അത്ര സുഗമമല്ല. പണ്ട് പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് റോമിലേക്ക് പോകുമ്പോൾ ഇവിടെ വെച്ചാണ് ഭയങ്കര ആ ഒരു ഈശാന മൂലനൊക്കെ അടിക്കുന്നതും കപ്പല് വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ഇത് കണ്ടില്ല, ഫെയർ അവൻസ്, ശാന്ത തുറമുഖം എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് പ്ലേസ് ആണ്. ഇവിടെ 3 മൈൽ മതി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഏജിയൻ സീയിലേക്ക് ഇറങ്ങാൻ. അതേസമയം ഇങ്ങനെ ചുറ്റി പോകാനാണെങ്കിൽ ഏകദേശം 200 മൈൽ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ തുറമുഖ പട്ടണങ്ങൾ, കപ്പൽ യാത്രയ്ക്ക് ഏറ്റവും സുഗമമായ ഒരു യാത്രയാണ് ഈ കടലെടുക്ക്. അതുകൊണ്ട് തന്നെ കൊരിന്ത് ഭയങ്കര സമ്പൽ സമൃദ്ധമായി. കാര്യം ഇവിടെ 2 തുറമുഖങ്ങൾ, 2 ഹാർബറുകളാണ് ഉള്ളത്. ഒന്ന് ലക്കീം എന്ന് പറയും, മറ്റേത് കെങ്ക്രയ എന്ന് പറയും. ഈ 2 തുറമുഖങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ കൊരിന്ത് സമ്പൽ സമൃദ്ധിയുടെ എന്താ പറയുന്നത്, അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണെന്ന് പറയാം. ഗ്രീസിന്റെ വെളിച്ചം എന്നാണ് ഈ ദേശത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ ദ പാരീസ് ഓഫ് ആന്റിക്വിറ്റി എന്ന് പറയാറുണ്ട്. അതായത് പ്രാചീന കാലത്തെ പാരീസ് എന്നാണ് ഈ കൊരിന്തിനെ അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ദുബായ് മാതിരി, അല്ലെന്നുണ്ടെങ്കിൽ ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ ഒക്കെ മാതിരിയുള്ള ഒരു പ്രധാന സ്ഥലമായിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന കാരണം ആ ഒരു കടലെടുക്ക്.
അത് കൊരിന്തിലാണ്. അത് കാരണം അതിന്റെ ഏറ്റവും ഉപഭോക്താവായിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി ആയിരിക്കുന്നത് കൊരിന്ത്യ ദേശമാണ്. അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധി, വാണിജ്യ, വ്യവസായ, സാംസ്കാരിക രംഗങ്ങളിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട്, ഒരു ദേശമായിട്ട് കൊരിന്ത് മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ അതിനെ ഗ്രീസിന്റെ വെളിച്ചം എന്നാണ് പൊതുവെ ആ കാലഘട്ടങ്ങൾ അറിയപ്പെട്ടിരുന്നത്. സമ്പൽ സമൃദ്ധിയും അതുപോലുള്ള കാര്യങ്ങളും ഉള്ളപ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇല്ലാത്ത ബിസിനസ്സുകളില്ല. എല്ലാ തരം അധാർമികതയും കൊണ്ട് വഷളത്വം നിറഞ്ഞ ഒരു വലിയ സിറ്റി ആയിട്ട് മാറിയിരിക്കുക. പ്രോസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ ഒരു വലിയ ഹോബിയാണ്. അവിടുത്തെ ഒരു വലിയ ഒരു അവരുടെ ഒരു ദേവതയുണ്ട്, അഫ്രഡൈറ്റിസ് എന്നാണ് അവരുടെ പേര്, അഫ്രഡൈറ്റിസ്. ഈ അഫ്രഡൈറ്റിസ് തന്നെയാണ് നമ്മൾ എഫെസോസിൽ കണ്ട അർത്തമീസ് ദേവി. ബൈബിളിൽ പറയുന്ന അശേര, അർത്തമീസ്, അസ്തോരേത്ത്, അസ്റ്റാർട്ടി എന്നൊക്കെ പറയുന്ന അതേ സംഗതി തന്നെയാണ് ഈ ഇവിടെ കാണുന്ന അഫ്രഡൈറ്റിസ് എന്ന് പറയുന്ന ദേവി. സൗന്ദര്യത്തിന്റെ വിളനിലം എന്താണ് അവരെ പറയുന്നത്? സൗന്ദര്യത്തിന്റെ ദേവതയെന്ന പറയുന്നത്. അതായത് ഇത് കണ്ടില്ലേ, ഇവിടെ ഞാൻ ആ പിക്ചർ ഒന്ന് കാണിക്കാം. ഇവരുടെ ദേവതയാണ് ഗ്രീക്ക് ദേവതയാണ്. ഇവരെയാണ് അഫ്രഡൈറ്റിസ് എന്ന് പറയുന്നത്. സൗന്ദര്യത്തിന്റെ ദേവി എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ദേവതയാണ്. ഇത് തന്നെയാണ് അർത്തമീസും അശേരായും നമ്മൾ ഈ പറയുന്ന സെമിറാമീസ്, തമ്മൂസ് എന്ന് പറയുന്ന ദേവി ദേവതമാരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയാണ് അവർ ആരാധിക്കുന്നതും. ഇവരുടെ ഈ അഫ്രഡൈറ്റിസിന്റെ അമ്പലത്തിൽ തന്നെ ഏകദേശം 1000 ദേവദാസിമാരുണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ ഒരു വിനോദമാണ്. ആ നിലയിൽ ഇമ്മൊറാലിറ്റി, ആ നിലയിൽ അധാർമികത കൊണ്ട് ധാർമ്മികമായിട്ട് അധപ്പതിച്ചു പോയിരിക്കുന്ന ഒരു ദേശമാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ. എന്താ പറയുന്ന എവറി കൈൻഡ് ഓഫ് ഇമ്മൊറാലിറ്റീസ് നടമാടുന്ന ഒരു തുറമുഖ പട്ടണം, സമ്പൽ സമൃദ്ധി കൊണ്ട് വിളയാടുന്ന ഒരു തുറമുഖ പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് എന്താ പറയുന്നത്, ഈ കൊരിന്തിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ. ഇനി അതിന്റെ മാപ്പ് ഒന്ന് കാണിച്ചിട്ട് പോൾ വന്ന ആ രംഗം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്പം കൂടെ ആ കാര്യങ്ങളൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പോളിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ഈ ഓറഞ്ച് കളറിലുള്ള ലൈൻ കണ്ടോ, അതാണ് ഈ അന്ത്യോക്യ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ പോൾ സിറിയയിലെ അന്ത്യോക്യയാണ്. ഈ അന്ത്യോക്യയിൽ നിന്നും ഈ ഓറഞ്ച് കളർ ഈ യാത്ര ഇവിടുന്ന് ആരംഭിച്ച പോളും ശീലാസും കൂടി ഈ യാത്ര ആരംഭിച്ച തർസോസ്, പോൾ ജനിച്ച സ്ഥലമാണ് തർസോസ്. അതുവഴി ഡെർബയിലെത്തുന്നു, ഡെർബ വഴി ഇക്കോനിയയിലെത്തുന്നു. ഇക്കോനിയയിൽ നിന്നും ലിസ്ത്ര ഇവിടെ തൊട്ടടുത്ത സ്ഥലമാണ്. ലിസ്ത്രയിൽ നിന്നാണ് തിമത്തിയോസ് ഉള്ളത്. തിമത്തിയോസ് ഒരു 16-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പോളിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ രക്ഷിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. താന് പൗലോസിനോടൊപ്പം ചേരുകയും അങ്ങനെ അന്ത്യോക്യ, അതായത് ഇത് ടർക്കിയിലെ പിസിഡിയയിലെ അന്ത്യോക്യ. ഇവിടെ നമ്മൾ സിറിയയിലെ ഒരു അന്ത്യോക്യ കണ്ടു, ഇത് പിസിഡിയയിലെ അന്ത്യോക്യ. അതുവഴി തന്റെ ആക്ച്വൽ പ്ലാന് ഇങ്ങോട്ട് വരാനായിരുന്നു, ഈ എഫെസോസിലോട്ട് ക്രോസ് കയറാനായിരുന്നു. എന്നാൽ പരിശുദ്ധ ആത്മാവ് ഇവിടെ വെച്ച് വിലക്കി. ഏഷ്യയിൽ ഇനിയും പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പൗലോസ് ആസിക്ക് വെളിയിലൂടെ പൊന്തോസ് വഴി ഇതുവഴി വെളിയിൽ കൂടി മൂസിയ വഴി ഇവിടെ ത്രോവാസിലെത്തുന്നു. ത്രോവാസിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒരു മക്കതോനിയ വിളി. അന്ന് രാത്രിയിൽ മക്കതോനിയയിൽ നിന്ന് ഒരു ദർശനത്തിൽ ഒരു പുരുഷൻ വന്ന് നിങ്ങൾ മാസിഡോണിയയിലേക്ക് വരാനായിട്ട് വിളിക്കുന്നു. ആ വിളിപ്രകാരം പൗലോസ് അപ്പോസ്തലൻ നിയോപ്പൊലീസിലേക്ക് എത്തുന്നു, നവപ്പൊലി. അവിടെ നിന്നും ഫിലിപ്പയിൽ ഒരു 3 മാസത്തെ ശുശ്രൂഷ കാരാഗ്രഹത്തിലൊക്കെ കിടക്കുന്ന ആ സമയത്താണ്. അതിനുശേഷം അവിടെ നിന്ന് അംബിപ്പൊലീസിലും അപ്പല്ലോനിയയിലും കൂടി തെസ്സലോനിക്കയിലെത്തുന്നു. തെസ്സലോനിക്കയിലും വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ബെരോവയിലേക്ക് ഓടിപ്പോകുന്നു. ബെരോവയിലും പ്രശ്നം ഉണ്ടായതുകൊണ്ട് അന്ന് തന്നെ രായിഗ്രാമാനം അവര് പൗലോസിനെ കടലിന്റെ തീരത്തുകൂടി ഇതുവഴി അഖായയിലേക്ക് പറഞ്ഞു വിടുകയും ഇവിടെ ഏതൻസിൽ അഥേനയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അഥേനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു കഴിഞ്ഞാൽ അനേക ബിംബങ്ങൾ, എല്ലാ ദേവന്മാരുടെയും പേരെഴുതിയ ബിംബങ്ങളെയും ഒന്ന് പേരെഴുതാത്ത ഒരു ബിംബത്തെ കാണുകയൊക്കെ ചെയ്തു. ആ ബിംബം പൗലോസിന്റെ അത് എടുത്തുകൊണ്ട് പൗലോസ് അവരോട് സുവിശേഷം പറയാൻ നോക്കി. അഥേനയിൽ പോൾ സുവിശേഷം അറിയിക്കുന്നതായിട്ടുള്ള ഒരു രംഗം അവിടെ വന്നിട്ട് ഈ വന്ദനമൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എന്നിരുന്നാലും പോളിന്റെ ആ ഒരു മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം അവിടെയൊക്കെ നടന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല, വിട്ടിങ്ങ് പോരുകയായിരുന്നു. എന്താ പറയുന്നത്, ബെരോബയിലൊക്കെ ഭയങ്കര കഷ്ടം താൻ സഹിച്ചു.
തെസ്സലോനിക്കയിലൊക്കെ വലിയ പ്രയാസമുണ്ടായി. എങ്കിലും ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം കേട്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചു പോരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ നമുക്കറിയാം. അവിടെ സീലാസിനെയും തിമത്തിയോസിനെയും വിട്ടേച്ച് പോളിനെ തന്നെ തനിയായിട്ട് ഇങ്ങ് അഖായയിലോട്ട് വിടുക. അഖായയിലെ അഥേനയിൽ എത്തിച്ചേരുക. അഥേന എന്ന് പറയുന്നത് അന്ന് ലോകത്തിലെ എന്താ പറയുന്നത് എഡ്യൂക്കേഷൻ സിറ്റി ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഉലകത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അഥേന, ഏഥൻസ്. അവിടെയാണ് സ്തോയിക്കര്, എപ്പിക്കൂര്യര്, വലിയ തത്വശാസ്ത്രന്മാര്, ഗണിത ശാസ്ത്രജ്ഞന്മാര്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടുത്തെ അഖോര എന്ന് പറയുന്നത്, മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ തത്വശാസ്ത്ര ചിന്തകളുടെ ഒരു സൂക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അതിന്റെ ഡിസ്കഷനുകളും ഡിബേറ്റുകളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ പോൾ എത്തിയിരിക്കുന്നത്, അഥേന. പൗലോസ് അപ്പോസ്തലൻ ഒരു റോമൻ പൗരനാണെങ്കിലും തനിക്ക് ഗ്രീക്ക് സംസാരിക്കാൻ അറിയാം. കാര്യം ആ ദേശം മുഴുവനും ഗ്രീസിന്റെ അധീനതയിലായിരുന്നുകൊണ്ട് ഒരു യവനായ കൾച്ചർ, ഒരു ഹെലനിസ്റ്റിക് കൾച്ചറും ആ ഒരു ലാംഗ്വേജും ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും പറയാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നുകൊണ്ട് പോളിന് അവരോട് ആ ഗ്രീക്ക് ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നോക്കിയപ്പോൾ എപ്പിക്കൂര്യരും സ്തോയിക്കരും ഒക്കെ മാതിരിയുള്ള വലിയ ടീമുകളാണ്. അപ്പൊ അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പോൾ കണ്ടെത്തിയത് ഈ ഒരു പേരെഴുതിയിട്ടില്ലാത്ത, വേദിക്കല്ല് ഇല്ലാത്ത ഒരു ദേവതയെ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ അഡ്രസ് അറിയാത്ത ദേവതയാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് ഉള്ള രീതിയിൽ കൂടി യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുവാനായിട്ട് താൻ ശ്രമിച്ചു. തനിക്ക് അറിയാവുന്ന അറിവും കഴിവും തൻ്റെ ആ നൈപുണ്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോള് ഈ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അവരുടെ ഇടയിലുള്ള ചില കവിവരന്മാരുടെ ചില കവിതകളൊക്കെ ഉച്ചരിച്ച് കോട്ട് ചെയ്തുകൊണ്ട് അവരും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആ ഒരു നിലവാരം എത്രമാത്രം ഉയർത്താമോ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് താൻ ഉയർന്നിട്ട് അവരോട് ആ നിലയിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അഗോറായിൽ വെച്ച്, ഏഥൻസിലെ ഈ മാർക്കറ്റ് പ്ലേസ്. അവിടെ പോൾ പ്രസംഗിച്ചതൊന്നും അവരിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. അവർ പറഞ്ഞു ഇദ്ദേഹം എന്തോ പുതിയൊരു ദേവതയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്തോ ഒരു പുതിയ ദേവതയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു എന്ന് ചിലർ ചോദിച്ചു. ചിലർ പറഞ്ഞു ഞങ്ങള് ഓക്കെ, നിന്റെ പ്രസംഗം ഇനിയും കേൾക്കാം, തരക്കേടില്ല, വീണ്ടും കേൾക്കാന്ന് പറഞ്ഞ് തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് പോകുന്ന രീതിയിൽ. അവിടെ പൗലോസിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോൾ വളരെ നിരാശനായി. അങ്ങനെ അഥേനയിൽ നിന്നും 80 കിലോമീറ്റർ ദൂരെയാണ് ഈ കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലം. പോൾ കൊരിന്തിലേക്ക് പോവുകയാണ്. എന്നാൽ അഥേനയിൽ വെച്ച് താൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതായിരുന്നു: ഇനി മുതൽ ഞാൻ എൻ്റെ അറിവും എൻ്റെ കഴിവും എൻ്റെ ജ്ഞാനവും ഒന്നും ഞാൻ എടുക്കത്തില്ല, അത് ഞാൻ പ്രസംഗിക്കത്തില്ല. ഐ വിൽ പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊരിന്ത് ലേഖനത്തിന്റെ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പോൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പോൾ പറയുന്നത് കണ്ടില്ലയോ, അതായത് ഇവിടെ പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അങ്ങനെ നിർണയിക്കാൻ കാര്യം ഇതാ: ഏഥൻസിലെ പരാജയം, അവിടെ ആരും രക്ഷിക്കപ്പെട്ടില്ല. കാര്യം തൻ്റെ അറിവും കഴിവുമൊക്കെയാണ് താൻ പ്രസംഗിച്ചത്, തൻ്റെ നോളജ്, തൻ്റെ ഇന്റലക്ച്വൽ നോളജുകൾ. ഇവിടെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, താങ്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. താങ്കൾ എത്ര അറിവില്ലാത്തവനാണെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവ സുവിശേഷമാണ് താങ്കളുടെ കയ്യിലിരിക്കുന്നത്. യു പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി മാത്രം അറിയുന്നവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് നിർണയിച്ചു. അങ്ങനെ താൻ കൊരിന്തിൽ എത്തിച്ചേരുകയാണ്. ഇവിടെ ഇതാണ് കൊരിന്തിൽ താൻ എത്തിച്ചേർന്നതിന്റെ ഒരു പശ്ചാത്തലം. ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ തനിക്ക് പരിചയപ്പെടുന്നത് അക്വിലാസിനെയും പ്രിസ്കില്ലയുമാണ്. അവർ രണ്ടുപേരും കൂടാരപ്പണിയാണ്, അതായത് ടെന്റ് മേക്കിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ വരാൻ കാര്യം, ഇവര് റോമിൽ താമസിക്കുന്നവരാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവർ ബിദുന്യക്കാരാണ്. ഞാൻ ആ പിക്ചർ ഒന്നുകൂടെ കാണിക്കുക, എല്ലാം കൂടെ കൺഫ്യൂസ് ആകാതെ. ഇത് കണ്ടില്ലേ, ബിദുന്യ എന്ന് പറയുന്ന സ്ഥലം കണ്ടോ? ബിദുന്യ, പൊന്തോസ്. ഈ പൊന്തോസുകാരാണ്, അതായത് ടർക്കിക്കാരാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തർസോസുകാരനാണ്, ഇവർ പൊന്തോസുകാരാണ്. മനസ്സിലായോ? ലിഡിയ ഈ തുയതൈരയില് രക്താംബരം വെക്കുന്നവളായ ലുദിയയുടെ കാര്യം പറയാറുണ്ട്. അത് ലുദിയ തുയതൈരക്കാരിയ. ഇവരെല്ലാം ഉലകം മുഴുവനും ചിതറിപ്പാർക്കുന്നവരാണ്. ഈ അക്വിലാസ് പൊന്തോസുകാരനാണെങ്കിലും താമസിക്കുന്നത് ഇറ്റലിയിലാണ്, റോമിലാണ്. ഈ റോമിൽ നിന്നും റോമക്കാരെല്ലാം റോമ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗഡിയസ് കൈസറിന്റെ ഒരു ഡിക്രി പുറപ്പെടുവിച്ചിരിക്കുക. അത് കാരണം ഈ
പൊന്തോസുകാരനായ അക്വിലാസും പ്രിസ്കില്ലയും ഇതുവഴി വന്നിട്ട് ഇവർ കൊരിന്തിലെത്തിയിരിക്കുക. ഇവർ കൊരിന്തിലെത്തിയപ്പോൾ പോളും കൊരിന്തിലെത്തിയിരിക്കുക. ഇവർ രണ്ടുപേരും തൊഴിൽ കൂടാരപ്പണി ആയിരിക്കുന്നത് കാരണം അവര് അങ്ങനെ പരിചയപ്പെടാനും അവർ ഒന്നിച്ച് താമസിക്കുവാനും ഇടയായി. അങ്ങനെ പോളിന്റെ റൂംമേറ്റ്സ് ആയിരുന്നു ഈ അക്വിലാസും പ്രിസ്കില്ലയും. ഹല്ലേലൂയ. ഇത്രയും ഭാഗമൊക്കെ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇതിനെ ഒന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുന്തോറും കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് ഈ കൊരിന്തിനെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ കൊരിന്ത്യ ലേഖനം ഒന്നാമത്തെ ലേഖനം എഴുതിയിരിക്കുന്നു. ഈ ലേഖനത്തിലെ ഇതിന്റെ വിഷയവിഭജനം, ആ വിഷയവിഭജനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ലേഖനം എവിടെ വെച്ച് എഴുതിയെന്നൂടെന്ന് പറയാം. അതായത് മൂന്നാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് താൻ എഫെസോസിൽ എത്തിച്ചേരുക. ഞാൻ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ താൻ ഇവിടെ എഫെസോസിൽ എത്തിച്ചേരുക. എഫെസോസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ എഫെസോസും ഇത് കണ്ടില്ല, ഞാൻ ഒന്നുകൂടെ വലുതായി കാണിക്കാൻ പിക്ചർ. ഈ എഫെസോസും കൊരിന്തും തമ്മിലൊരു കണക്ഷൻ കണ്ടോ? ഇതാണ് എഫെസോസ്, ഇതാണ് കൊരിന്ത്. ഈ കൊരിന്തും എഫെസോസും തമ്മിൽ ഡെയിലി ഷട്ടിലുണ്ട്. ഡെയിലി ഷട്ടിൽ എറണാകുളത്തും തിരുവനന്തപുരത്തിന് ഷട്ടിൽ പോകുന്ന മാതിരി ഡെയിലി ഷട്ടിലുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി എഫെസോസ് കൊരിന്ത് ഡെയിലി ഷട്ടിലുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ മൂന്നാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ട് എഫെസോസിൽ എത്തിയിരിക്കുക. എഫെസോസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നാച്ചുറലി അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് കൊരിന്തിലുള്ളത്. 18 മാസത്തോളം അവിടെ ശുശ്രൂഷിച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, സഭ എങ്ങനെ ഇരിക്കുന്നു. ഇന്നത്തെ പോലെ വാട്സപ്പോ നമുക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒന്നും ഇല്ല. അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആരെങ്കിലും വരണം. അപ്പൊ അങ്ങനെ അവരിൽ നിന്ന് ലഭിച്ച ചില അറിവുകളുണ്ട്. ആ അറിവിൻ പ്രകാരം പൗലോസ് അപ്പോസ്തലൻ അത്ര തൃപ്തനല്ല. കാര്യം അവരുടെ ദുർനടപ്പുകളിൽ നിന്ന് അവർ ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. അവരുടെ ഇടയിൽ അശുദ്ധിയും അവരുടെ ഇടയിൽ വളരെ ഇമ്മോറാലിറ്റി, അധാർമികതകൾ ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. ഞാൻ അതിനെ അല്പം കൂടെ ഓപ്പൺ ആക്കി തരാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്രമാത്രം മനസ്സിലാക്കുക. ആ എഫെസോസിൽ ഇരുന്നുകൊണ്ട് കൊരിന്ത്യർക്ക് ഒരു ലേഖനം എഴുതുക. ഇതിനെയാണ് കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അല്പം കൂടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ, ഈ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെത്തിയപ്പോഴാണ് അവൻ 12 ശിഷ്യന്മാരെ കണ്ടു. അവരോട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നൊക്കെ ചോദിക്കുന്നതും അവർ പറയുന്നത് ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന രംഗം നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെയാണ് തുറന്നോസിന്റെ പാഠശാല 2 വർഷത്തെ പഠനം അവിടെ ആരംഭിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന് ഈ കൊരിന്തിൽ നിന്ന് ലഭിച്ച അറിവനുസരിച്ച് അവർക്കൊരു ലേഖനം എഴുതുവാനായിട്ട് ഇടയായി. അതായത് അവരുടെ ആ ഒരു ദുർനടപ്പ് അവർ വിട്ടു മാറിയിട്ടില്ല, അങ്ങനെയുള്ളവർ ഇപ്പോഴും സഭയിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് പറഞ്ഞിട്ട് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചോട്ടെ. ഇത് കണ്ടില്ലയോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഏത് ലേഖനത്തിലാ? 1-ാമത്തെ ലേഖനത്തിൽ പറയാണ് എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് ഒരു ലേഖനം ഉണ്ട്. അതാണ് ഒരു ലേഖനം ഇതിനു മുൻപുണ്ടായിരുന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അത് ഈ ലോകത്തിൽ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരുമായിരുന്നു. എന്നാൽ സഹോദരൻ നിന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണാനക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുതെന്നത്രേ ഞാൻ നിങ്ങളോട് എഴുതിയത്. അപ്പൊ പോൾ ഇവിടെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. അതേതാണ്? ഇത് 1-ാമത്തെയാണ്. അപ്പോൾ ആ എഴുത്ത് ഏതാണ്? ആ എഴുത്ത് ആക്ച്വലി വേദപണ്ഡിതന്മാർ അതിനെ പറയുന്നത് കൊരിന്ത്യൻസ് എ, അതായത് 1-ാമത്തെ കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത് അതിനെയാണ്. അതല്ല നമ്മുടെ 1-ാമത്തെ കൊരിന്ത്യ ലേഖനം. അതൊരു എഴുത്ത് അവർക്ക് കൊടുത്തു വിട്ടു, ദുർനടപ്പുകാരോടുകൂടി സംസർഗം അരുത് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ ഈ വായിച്ച് കേൾപ്പിച്ച ഭാഗം. അത് പിന്നീട് അതിന്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം നഷ്ടമായി പോയി. നമുക്ക് ആ ലേഖനം കിട്ടിയിട്ടില്ല, അതെങ്ങും ചേർത്തിട്ടില്ല. അതിനെയാണ് കൊരിന്ത്യൻസ് എ എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ലേഖനം. എന്നാൽ അതിനുശേഷം ക്ലോവ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇത് കൊരിന്തിലുള്ള ഒരു ബിസിനസ് ലേഡി, ഒരു ധനികയായ ബിസിനസ്സുകാരിയാണ് ക്ലോവ എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ത്രീ. അവർക്ക്
കൊരിന്തും ഈ എഫെസോസുമായിട്ടുള്ള ബിസിനസ് ഉണ്ട്. ഞാൻ ആ കാണിച്ച പോലെ തന്നെ ഷട്ടിൽ, ഡെയിലി പോകുന്ന ഷട്ടിലുകളുണ്ട്. അവരുടെ ബിസിനസ്സുകൾ, അവരുടെ ആൾക്കാരെ എഫെസോസിൽ വരികയും പോവുകയും ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോവയുടെ ആൾക്കാരാൽ പൗലോസിന് അവിടുത്തെ കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് ഡെയിലി ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ക്ലോവയുടെ ആൾക്കാരാൽ തനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഇവിടുത്തെ അധാർമികതയും ഇവിടുത്തെ ദുർനടപ്പും ഒന്നും നിന്നിട്ടില്ല. അവർക്ക് അങ്ങനെ വിശുദ്ധരായിട്ട് ജീവിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പോളിന് അറിവ് ലഭിക്കുകയും പോൾ വളരെ ദുഃഖിതനായിട്ട് അവർക്കൊരു എഴുത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഒരു 3-4 ചാപ്റ്റർ എഴുതിയെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ 3-4 ചാപ്റ്ററാണ്. അത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ തിമത്തിയോസിനെ അങ്ങോട്ട് അയക്കുവാനായിട്ട് ഇടയായി. ഒന്ന് പോയി കണ്ടു കേട്ട് വരാനെന്ന് പറഞ്ഞു. അങ്ങനെ തിമത്തിയോസ് പോയി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ചില ചോദ്യങ്ങളും ചില ചോദ്യങ്ങൾ പോളിന് ലഭിക്കുവാനായിട്ട് ഇടയായി. ആ ചോദ്യങ്ങൾക്കുള്ളിൽ അവർ ചോദിച്ചിരുന്നത് വിവാഹം, അതുപോലെ തന്നെ വിവാഹമോചനം, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ കുറിച്ച്, ആത്മീക വരങ്ങളുടെ ഉപയോഗങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ പുനരുദ്ധാനത്തെ കുറിച്ച്, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുത്തു വിടുവാനായിട്ടിടയായി. ആ കത്തിന് മറുപടിയായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിനകത്തിൽ ഇത് മുഴുവനും കവർ ചെയ്തുകൊണ്ട് ഇവരുടെ ഇടയിലുള്ള ഭിന്നിപ്പ്, ഇവരുടെ ഇടയിലുള്ള ഐക്യതയില്ലായ്മ, ഇവരുടെ ഇടയിലുള്ള ദുർനടപ്പ്, കൂടാതെ ഇവർ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി 15-ാമത്തെ അധ്യായം വരെ ചേർത്തിട്ട് അത് മുഴുവനും ആ ഒരു പുനരുദ്ധാനത്തെ കുറിച്ചും എഴുതി കൊടുത്തു. 16-ാമത്തെ ഒരു അധ്യായം ധനശേഖരണത്തെ കുറിച്ചും യെരുശലേമിലേക്ക് കൊണ്ടുപോകാനുള്ള ഫണ്ട് പിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചേർത്ത് പറഞ്ഞ് അങ്ങനെ ഒരു ലേഖനം എഴുതി. അതിനെയാണ് വേദപണ്ഡിതന്മാർ കൊരിന്ത്യൻസ് ബി എന്ന് വിളിക്കുന്നതെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് എന്ന് പറയുന്ന ബുക്ക്. ഇതിൽ അനേക കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ജംബോ പാക്ക്, ഓരോ ചോദ്യങ്ങളുടെയും മറുപടി അങ്ങനെ ചെയ്തിരിക്കുക. റോമാലേഖനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതെങ്ങനെ അടുക്കടുക്കായിട്ട് തിയോളജി എഴുതിയിരുന്ന ബുക്കാണ്. അതിനെ വളരെ ലോജിക്കലായിട്ട് ക്രമാനുഗതമായിട്ട് എഴുതി പോരുന്ന. എന്നാൽ ഇതങ്ങനല്ല. ഇത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചോദ്യങ്ങൾ വന്നിരിക്കുക. ആ ചോദ്യങ്ങളുടെ ആൻസറുകൾ നിറച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. ഈ കാലഘട്ടത്തിൽ അത് നമുക്കൊക്കെ വളരെ അനുഗ്രഹമാകും. കാര്യം ഇന്ന് നമുക്ക് ഈ മിസ്റ്ററികളൊക്കെ മിസ്റ്ററി ആയിട്ട് തന്നെ ഇരിക്കുക. അനേകർക്ക് മറഞ്ഞിരുന്ന മർമ്മം ഇന്നും മർമ്മമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും വെളിപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് 556 ക്വസ്റ്റ്യനുകളാണ്. ആ ക്വസ്റ്റ്യനുകൾക്കൊക്കെ മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം പഠിച്ചാൽ നമുക്ക് പരിശുദ്ധ ആത്മാവ് അതിൽ കൂടി എന്ത് ആഗ്രഹിക്കുന്നോ അത് മനസ്സിലാക്കി നമുക്ക് മറുപടി കൊടുക്കുവാനായിട്ട് കഴിയും. ഇവിടെ കൊരിന്ത്യ ലേഖനത്തിലെ വിഷയങ്ങളുടെ വിഭജനം ഞാനൊന്ന് ഓടിച്ചു വിടാം, പെട്ടെന്നൊന്ന് പറയാം. 1-2 അധ്യായങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സഭയിലെ ഭിന്നതയും ക്രമക്കേടും, അവിടെ ഭയങ്കര ഡിവിഷനുകള്, കക്ഷി രാഷ്ട്രീയം, എല്ലാവരും ഓരോരുത്തരുടെ ഗ്രൂപ്പായിട്ട് പിരിഞ്ഞേക്കുക. അപ്പൊ അതിന്റെ ആ ഒരു ഭിന്നത, സഭയിലുണ്ടായിരിക്കുന്ന ആ ഭിന്നത, ഐക്യമില്ലായ്മ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ക്രൂശിലൂടെ തുറന്ന രക്ഷാ പദ്ധതിയും, ആ കർത്താവിന്റെ ക്രൂശിലൂടെ ചൊരിഞ്ഞ രക്തം, അതിന്റെ മഹത്വം, ഈ വിഷയങ്ങളുമൊക്കെ 1-2 അധ്യായങ്ങളിൽ കവർ ചെയ്തു പോയിട്ടുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടവർ ചെയ്യേണ്ടുന്ന സൽപ്രവർത്തികൾ, രക്ഷിക്കപ്പെട്ടവരെ എങ്ങനെ ജീവിക്കണം, അവരുടെ സൽപ്രവർത്തികൾക്ക് എന്ത് പ്രയോജനം ലഭിക്കും, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിൽക്കുന്നതും നമുക്കതിന് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെ ഓർപ്പിച്ചുണർത്തി 3-ാമത്തെ അധ്യായം കവർ ചെയ്തിരിക്കുക. 4-ാമത്തെ അധ്യായത്തിൽ ആത്മീക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. ഇതൊരു മർമ്മമാണ് ഈ സഭ എന്ന് പറയുന്നത്. അതിൽ അനേക മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഗ്രഹവിചാരകന്മാര്, നിങ്ങൾ അതിന് ഉത്തരവാദിത്വത്തോടുകൂടി അതിന്റെ ഗ്രഹവിചാരകന്മാരായിട്ട് അതിനെ സൂക്ഷിക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനും അവരെ ഏൽപ്പിക്കുന്നത് പോലെ അവരോട് പ്രബോധിപ്പിക്കുക. 5-ാമത്തെ അധ്യായത്തിൽ സഭയിലെ ദുർനടപ്പ്, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുക, അശേഷം പുളിപ്പ് നിങ്ങളുടെ ഇടയിൽ കാണാൻ ഇടയാകരുത്, പാപം, ദുർനടപ്പ് നിങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഇടയാകരുത് എന്ന് ശാസിച്ച് അവരോട് സംസാരിക്കുന്ന ഒരു അധ്യായം. 6-ാമത്തെ അധ്യായം നമ്മുടെ സ്വർഗീയ പദവി, ദൂതന്മാരെ വാണ് നാം സ്വർഗത്തിലായിരിക്കുന്ന ആ സ്വർഗീയ പൊസിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 7 മുതൽ 10 വരെ ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. വിവാഹം, വിവാഹമോചനം, വിഗ്രഹാർപ്പിതം, ആത്മീയ വരങ്ങളുടെ ഉപയോഗം, ഈ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നു. 11-ാമത്തെ അധ്യായത്തിൽ വിഗ്രഹാർപ്പിതത്തെക്കുറിച്ചും തിരുമേശയെക്കുറിച്ചും അതുപോലെ തന്നെ സ്നേഹവിരുന്നിനെ കുറിച്ചും ഒക്കെ അവരുടെ ഇടയിൽ അത് കൂടി വരുമ്പോൾ അവര് എങ്ങനെ അതിനെ ആചരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. 12-ാമത്തെ അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്.
ബോഡി ഓഫ് ക്രൈസ്റ്റ്. പല അവയവത്തിലെ പല അവയവങ്ങൾ ചേർന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അതിനെ വിവരിച്ചിരിക്കുന്നു. 13-ാമത്തെ അധ്യായത്തിൽ കൃപാവരങ്ങൾ, നിന്നുപോകുന്ന കൃപാവരങ്ങളെ കുറിച്ച്, അന്യഭാഷ അത് ഭാഷാവരമോ അത് നീങ്ങിപ്പോകും, പ്രവചനപരമോ അത് നിന്നുപോകും, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ്, പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ ശരിക്കും അന്യഭാഷ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുക. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഈ കൃപായുഗത്തിലെ അന്യഭാഷ, എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുന്നതായിട്ട് കാണാം. 15-ാമത്തെ അധ്യായത്തിൽ അവരുടെ ഒരു പ്രധാന ചോദ്യമായിരുന്നു, പുനരുദ്ധാനം ഉണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു പുനരുദ്ധാനം നമുക്കുണ്ടോ? അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു തുടങ്ങി, നാം മരിച്ചു ഉയർത്തെഴുന്നേൽക്കും, മരിക്കാതെ ശേഷിക്കുന്ന നാം ജീവനോട് രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞ് അതിനെ പ്രൂവ് ചെയ്ത് കാണിക്കുന്ന, അതിന്റെ എല്ലാ ആസ്പെക്ട്സുകളും കവർ ചെയ്ത് സ്വർഗത്തിൽ നമുക്ക് എന്ത് ശരീരം ലഭിക്കും, നമ്മൾ എന്തിനങ്ങോട്ട് പോകുന്നു, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞുകൊണ്ട് 15-ാം അധ്യായം അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിലാണ് റാപ്ചറും നമ്മുടെ രക്ഷാ സന്ദേശം സുവിശേഷവും ഒക്കെ പറയുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ യെരുശലേമിലെ ഫണ്ട് റേസിംഗ്, എന്തിനു വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്നു, യെരുശലേമിലേക്ക് എന്തുകൊണ്ട് കാശ് കൊണ്ട് പോകുന്നു, അവിടെ എന്താണ് സംഭവിച്ചത്, ആർക്ക് എന്തിനു കൊടുക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ അതിൽ കവർ ചെയ്തിരിക്കുന്നു. ഇതാണ് വിഷയങ്ങളുടെ ഒരു വിഭജനം 1 കൊരിന്ത്യ ലേഖനത്തിന്റെ. അതിന്റെ തീം എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശും ക്രൂശിലൂടെ തുറന്ന രക്ഷാ പദ്ധതിയുമാണ്. ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ മൊത്തത്തിൽ അതിൻ്റെ ഒരു തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അതിൽ കർത്താവിന്റെ ക്രൂശും ആ ക്രൂശിലൂടെ തുറക്കപ്പെട്ട രക്ഷാ പദ്ധതിയും, നാം എങ്ങനെ രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, കർത്താവിന്റെ ആ ശരീരമാകുന്ന സഭ, ഇതാണ് അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ലേഖനം എഴുതിയില്ലായിരുന്നുണ്ടെങ്കിൽ അനേക കാര്യങ്ങൾ ഇന്ന് ക്രിസ്ത്യാനി അറിയാതെ പോയേനെ. ഒത്തിരി വിഷയങ്ങളുടെ ക്ലാരിറ്റി, അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്ന ഒരു അധ്യായമാണ്, ഒരു പുസ്തകമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. അനേക ചോദ്യങ്ങൾക്കുള്ള മറുപടി. നമ്മുടെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് അധികം വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കൊരിന്ത്യ ലേഖനത്തിന്റെ 1-2 വാക്യം, 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ മാത്രമേ നമ്മൾ വായിച്ചിട്ടുള്ളൂ. എന്നിരുന്നാൽ അടുത്ത ദിവസങ്ങളിൽ വാക്യപ്രതിവാക്യമായിട്ട് പോകുന്നതിനേക്കാൾ ഉപരി അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ മുഴുവനും കവർ ചെയ്ത്, ഒന്നുപോലും പോകാതെ, നമുക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ അതിനെ ഫിൽട്ടർ ചെയ്ത് അതിനെ മുഴുവനും പഠിച്ച് അബ്സോർബ് ചെയ്ത് തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ തലയോളം വചനത്തിൽ വളരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ കൊരിന്ത്യ ലേഖനത്തെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പഠിക്കുന്ന അനേകരിലേക്ക് എത്തിക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ കൊരിന്ത്യ ലേഖന പഠനം ആദ്യത്തെ ക്ലാസ് മുതൽ അവസാനത്തെ ക്ലാസ് വരെ എല്ലാവരും ഒന്നിച്ച് ഉത്സാഹത്തോടെ പങ്കെടുക്കുവാൻ നിങ്ങളെ ഒരിക്കൽ കൂടി പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ദൈവസ്നേഹത്തിൽ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.